പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളെ അധികരിച്ചുകൊണ്ടാണ് ഞാൻ വായിക്കാം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കം ഉണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. എനിക്ക് തോന്നുന്നു ഈ ഭാഗം വായിക്കാത്തവരോ ചിന്തിക്കാത്തവരോ പഠിക്കാത്തവരോ ഉണ്ടാകില്ല. കാരണം അത്രമാത്രം നമ്മുടെ ജീവിതവുമായി താതാത്മ്യപ്പെട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ വേദഭാഗം. പരിശുദ്ധാത്മാവിന്റെ ദാനവും സഭയുടെ രൂപീകരണവും ഈ 2-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തീയ സഭ എന്ന് പറയുന്ന പ്രത്യക്ഷ നവീന സ്ഥാപനം അത് പഴയതിന്റെ പിന്തുടർച്ചയല്ല, പഴയതിന്റെ ബാക്കിയല്ല. അതൊരു പുതിയ സംവിധാനമാണ്. ഇവിടെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഉത്സവങ്ങൾ പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാർക്ക് താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കുമെന്ന് അരുളി ചെയ്തിരുന്നു. നമ്മൾ പഠിച്ചു 1:5 വാക്യം. ഇങ്ങനെയാണ്: യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 1:5. അപ്പൊ ഏറിയ നാൾ കഴിയും മുമ്പ് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞ കർത്താവ് വളരെ പ്രാവചനികമായി പങ്കുവെച്ച ആ വിഷയത്തിന്റെ നിവൃത്തിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം. യോവേൽ പ്രവാചകനും അത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ അവരോഹണം, കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാർക്ക് കൊടുത്ത ആ വാഗ്ദത്ത പ്രകാരം തന്നെ കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ അവരോഹണവും നടന്നു. അത് എന്നാണ് ഉണ്ടായത്? പെന്തക്കോസ്ത് നാൾ വന്നപ്പോഴാണ്. ഈ പെന്തക്കോസ്ത് നാളിന് ചരിത്രപരമായ പല ബന്ധങ്ങളുണ്ട്. നമ്മളത് ഉത്സവങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞു. പുറപ്പാട് പുസ്തകം 34:22, ആവർത്തനം 16:9. കർത്താവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം 50-ാം ദിവസം ആണ് പരിശുദ്ധാത്മാ അവരോഹണം ഉണ്ടാകുന്നത്. വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. യഹൂദന്മാരിൽ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്ന ആളുകൾ നമ്മൾ പഠിച്ച പഴയ നിയമത്തിലെ വാരോത്സവത്തിന് അവർ വിളിച്ചിരുന്ന ഒരു പേരാണ് പെന്തക്കോസ്ത് പെരുന്നാൾ എന്നുള്ളത്. മോശയ്ക്ക് ന്യായപ്രമാണം ലഭിച്ചതിന്റെ വാർഷിക ദിനത്തിലായിരുന്നു ഈ പെന്തക്കോസ്ത് പെരുന്നാൾ അവർ ആചരിച്ചിരുന്നത്. മോശയ്ക്ക് എഴുതപ്പെട്ട 10 കൽപ്പനകൾ ലഭിച്ചതിന്റെ 1 വർഷം തികഞ്ഞത് പെന്തക്കോസ്ത് പെരുന്നാളിനാണ്. ആ ദിവസമാണ് അവർ പെന്തക്കോസ്ത് പെരുന്നാളായിട്ട്
അനുവർത്തിച്ചു വന്നത്. ന്യായപ്രമാണം ലഭിച്ച ദിവസം, ന്യായപ്രമാണം മോശയ്ക്ക് നൽകിയപ്പോൾ വലിയ ശബ്ദവും തീയും പ്രത്യക്ഷപ്പെട്ടതുപോലെ പരിശുദ്ധാത്മ അവരോഹണത്തിന്റെ സമയത്തും വലിയ ശബ്ദവും അഗ്നിയും പ്രത്യക്ഷമായി എന്ന് നമുക്കറിയാം. അപ്പൊ മോശയ്ക്ക് ന്യായപ്രമാണം ലഭിച്ച സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എങ്ങനെയുള്ളതാണോ അതിന് തത്തുല്യമായിരുന്നു പരിശുദ്ധാത്മാവ് ഈ സഭയിലേക്ക് വന്നപ്പോൾ. ഇസ്രായേൽ ജനത്തിന്റെ അലകും പിടിയും മാറ്റിയ ഒരു മഹാസംഭവമായിരുന്നു സീനായി പർവ്വതത്തിൽ വെച്ച് മോശയ്ക്ക് ന്യായപ്രമാണം ലഭിച്ചത്. മോശയുടെ ജീവിതത്തിലെ ആദ്യത്തെ കാഴ്ച, ഇസ്രായേൽ ജനത്തിന്റെ ആദ്യത്തെ അനുഭവം, അവർക്ക് ലഭിച്ച ആദ്യത്തെ ദിവ്യമായ സാന്നിധ്യം എല്ലാം വളരെ പുതുമയാർന്നതായിരുന്നു. പഴയ നിയമകാലത്തെ ഇസ്രായേൽ ജനത്തിന്റെ നടത്തിപ്പിനും നയിക്കുന്നതിനും അവരുടെ ദൈനംദിന കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനുമായി യഹോവയായ ദൈവം ന്യായപ്രമാണം അവരുടെ മേൽ അയച്ചപ്പോൾ ഇടിമുഴക്കം പോലെയുള്ള വലിയ ശബ്ദവും അഗ്നിയിൽ അഥവാ കത്തിത്തീരാത്ത മുൾപടർപ്പിൽ യഹോവയായ ദൈവം ഇറങ്ങിയതുപോലെ പുതിയ നിയമസഭയുടെ ആരംഭം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് കൊടിയ മുഴക്കത്തോടെ അഗ്നിനാവുകളായി സഭയിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ന്യായപ്രമാണമല്ല, നടത്താനുള്ള പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് പകരുകയായിരുന്നു. ന്യായപ്രമാണത്തിന്റെ യജമാനനെ തന്നെ പുതിയ നിയമസഭയുടെ ഹൃദയാന്തർഭാഗത്തേക്ക് കാത്തിരുന്ന ദൈവമക്കളുടെ ഉള്ളിലേക്ക് ആ ആത്മാവിനെ പകരുകയായിരുന്നു. ഞാൻ വെറുതെ ഒന്ന് ചോദിക്കട്ടെ, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ഈ ഓൺലൈനിലായതുകൊണ്ട് ഞാനത് എങ്ങനെയെന്ന് ഓരോരുത്തരോടും ചോദിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ സ്വയം ചോദിക്കണം, എന്നിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്നിലുണ്ടായ തിരിച്ചറിവ് എന്താണ്? എനിക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടായോ? അതോ ഇങ്ങനെ ഏതൊരു കാര്യം 10 വട്ടം ആവർത്തിച്ച പിന്നെ അത് അങ്ങനെയാണ്? ഈ നുണയെ കുറിച്ച് ചിലർ ഡെഫിനിഷൻ പറയും. നുണ എങ്ങനെ ഉണ്ടാവണേ? നുണ സത്യമായി തീരുന്നത് എങ്ങനെയാണെന്നറിയാമോ? നുണ 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നുണ സത്യമായി, പിന്നെ ഇത് ആർക്കും തെറ്റിക്കാൻ പറ്റില്ല. അങ്ങനെ നുണ സത്യമായി മാറും. അർത്ഥസത്യം, നഗ്നസത്യം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വരുമ്പോൾ, എന്നിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആദ്യമായി നമ്മിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ അധിനിവേശം, നമ്മൾ ആത്മാവിന്റെ നിയന്ത്രണത്തിനും അധികാരത്തിനും വിധേയമാകുന്ന സമയം, അത് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം. നമുക്കറിയാം, ട്രഡീഷണൽ സഭകളിലൊക്കെ മൂറോൻ എന്ന് പറയുന്ന ഒരു കൂദാശയുണ്ട്. ആ മൂറോൻ പൂശുമ്പോൾ നമ്മളുടെ പഠിപ്പിക്കൽ, നമ്മൾ വിശ്വസിക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് സിമ്പിളാണ് അത് എന്നാണ്. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ, അത് സംഭവിക്കുന്നുണ്ടെന്നോ സംഭവിക്കുന്നില്ല എന്നോ ഒന്നും ഞാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. അത് സംഭവിക്കുന്നുണ്ടാകാം, അങ്ങനെ ചിന്തിക്കുന്നതാണല്ലോ നമുക്ക് നല്ലത്. എന്നാൽ എനിക്കത് ഫീൽ ചെയ്യുന്നത് എപ്പോഴാണ്? അത് വ്യക്തിപരമായിട്ട് എന്നിൽ ആത്മാവ് വരുമ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു വല്ലാത്ത ഫീലിങ്സ് ആണ്.
അത് ഒരാൾക്കുണ്ടായതുപോലെ ആയിക്കൊള്ളണമെന്നല്ല മറ്റൊരാൾക്ക്. എന്തായാലും അത് ശരീരത്തിലും മനസ്സിലും ചലനം സൃഷ്ടിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാവണം. ഞാനിത് കഴിയുമ്പോൾ നിങ്ങളോട് ചോദിക്കാം. പ്രിയ ദൈവമക്കളെ, ഇപ്പൊ പരിശുദ്ധാത്മാവിന്റെ അധിനിവേശം വ്യക്തിപരമായി അനുഭവിച്ചറിയണം. അത് നമുക്ക് ഫീൽ ചെയ്യണം. അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ലക്ഷണം, എന്നിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ട്, ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് എന്നിലുണ്ട് എന്നുള്ളതിന് ഒത്തിരി മിസ്ഗൈഡൻസ് അതിനകത്തുണ്ട്. വളരെ തെറ്റിദ്ധാരണകൾ നമ്മളുടെ ഉള്ളിലുണ്ട്. പലരും നമ്മൾ അതിനെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഫലം ആ ഒരു വ്യക്തിയിൽ ഉണ്ടാകും. സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടാകും. സ്നേഹം, സന്തോഷം, സമാധാനം, ഇതതിന്റെ ഏറ്റവും പ്രകടമായ ഭാവങ്ങളാണ്. സ്നേഹം, സന്തോഷം, സമാധാനം എന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ളതിന്റെ പ്രകടമായ ഭാവങ്ങളാണ്. നമുക്കത് പിന്നാലെ ചിന്തിക്കാം. അപ്പൊ ഏതായിരുന്നാലും പരിശുദ്ധാത്മാവിനെ ഞാൻ വ്യക്തിപരമായി പ്രാപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അനുഭവിക്കുന്നുണ്ടോ, എന്നിൽ അതിന്റെ നിറവുണ്ടോ എന്നൊക്കെ നമ്മൾ നമ്മിലേക്ക് തന്നെ നോക്കണം. ചില സഭകളിൽ പെന്തക്കോസ്ത് പെരുന്നാളുണ്ട്. സഭയിൽ പരിശുദ്ധാത്മാവ് വന്നതിന്റെ ഓർമ്മ സഭാമക്കൾക്കുണ്ടാകാനായിട്ട് അതിന്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ സമയത്തുള്ള വായനകൾ വളരെ ശ്രദ്ധേയമായ ആഴമായ ജ്ഞാനത്തിൽ നിന്ന് എഴുതപ്പെട്ട വായനകളുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ് സഭയെ. ആ ആത്മാവിന്റെ അനുഭവം നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടാകുമ്പോൾ നമ്മിൽ പ്രകടമായ സ്വഭാവമാറ്റം, സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയ ജയം ഇത്യാദി കാര്യങ്ങളിലെല്ലാം നമ്മൾ 100% സക്സസ് ആവും ആത്മാവ് നമ്മിൽ ഉണ്ടെങ്കിൽ. ഇതിൽ നമ്മൾ തോറ്റാണ്. ഇതിന് പകരം സ്നേഹത്തിന് പകരം വെറുപ്പ്, സന്തോഷത്തിന് പകരം തീവ്രമായ ദുഃഖം, സമാധാനത്തിന് പകരം ടെൻഷൻ, ദയയ്ക്ക് പകരം ക്രൂരത, പരോപകാരത്തിന് പകരം വെട്ടിപ്പിടിക്കൽ, സൗമ്യതയ്ക്ക് പകരം ക്രൂരത, ഇങ്ങനെ നമ്മൾ ഇതിനെല്ലാം നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രവൃത്തികളും പ്രകൃതിയും നമുക്കുണ്ടെങ്കിൽ നമ്മൾ വളരെ അപകടകരമായ ജീവികളാണ്. നമ്മൾ വളരെ അപകടകരമായ വഴിയിലൂടെയാണ് യാത്ര പോകുന്നത്. ശിംശോൻ ദൈവാത്മാവ് ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് കുടഞ്ഞു കളയാൻ നോക്കിയപ്പോ ഒന്നും സംഭവിച്ചില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. എന്നിലിതുണ്ട് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല. നമ്മിൽ അതിന്റെ ഭാവവ്യത്യാസങ്ങൾ വരണം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കുറവുകളെ കണ്ടെത്തേണ്ടതും മനസ്സിലാക്കേണ്ടത്. ഏതായിരുന്നാലും സഭയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ആ പെന്തിക്കോസ്തിയിൽ ഇറങ്ങിയ ആത്മാവ് എന്നിലേക്കും വരണം, എന്നിലും ഉണ്ടാകണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മോശയ്ക്ക് ന്യായപ്രമാണത്തിന്റെ സമയത്ത്, ന്യായപ്രമാണം കൊടുത്ത സമയത്ത് എന്തെല്ലാം ഫീലിങ്സ് ആണ് ഉണ്ടായത്, അതെല്ലാം പെന്തിക്കോസ്തിയിൽ ശിഷ്യന്മാർ കൂടിയിരിക്കുമ്പോൾ അവരുടെ മേൽ ദൈവാത്മാവ് വരുമ്പോഴും അവർക്കത് സംഭവിച്ചു എന്നതാണ്. യേശുക്രിസ്തുവിന്റെ സ്നാന സമയത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അതെങ്ങനെയാണ്? പ്രാവ് ഇറങ്ങി വരുന്നത് പോലെ, പ്രാവ് എന്ന പോലെ വളരെ ശാന്തമായിട്ട് ദൈവാത്മാവ് പറന്നു വന്ന്
അവന്റെ മേലിരുന്നു. അതിനുശേഷം പറഞ്ഞു, നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. സ്വർഗീയമായ ഒരു അംഗീകാരം, അതിന്റെ ഡിക്ലറേഷൻ നമ്മൾ അവിടെ കാണുകയാണ്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ അധിനിവേശം അല്ലെങ്കിൽ അവരോഹണം വ്യക്തിയിൽ ഉണ്ടാകുമ്പോൾ, നമ്മളത് പ്രാപിക്കുമ്പോൾ നമ്മിൽ വലിയ ചേഞ്ച് ശരീരത്തിലും നമുക്കത് അനുഭവിക്കാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ പറഞ്ഞാൽ, നമ്മളൊരു ആത്മാവിന്റെ ഒരു നിയന്ത്രണത്തിലാകുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ അത് നന്നായിട്ട് ഫീൽ ചെയ്യും. ഷോക്കടിക്കുന്നത് പോലെയുള്ള ഒരു ചലനം നമ്മുടെ ശരീരത്തിലും നമ്മിലത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. പ്രിയ ദൈവമക്കളെ, ഇന്ന് ഈ രാത്രി നമ്മൾ ചിന്തിക്കുന്നത് ദൈവാത്മാവിന്റെ പ്രവർത്തനം എന്നിലുണ്ടാക്കിയ പരിവർത്തനം എന്താണ്, എന്നിലുണ്ടാക്കിയിട്ടുള്ള മാറ്റം എന്താണ്. എന്നിൽ ദൈവാത്മാവ് വന്നപ്പോൾ എൻ്റെ ശരീരത്തിൽ ഞാനത് എങ്ങനെയാണ് അനുഭവിച്ചത്? എനിക്കത് അങ്ങനെ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? സ്വയം ചിന്തിക്കാൻ സഹായിക്കട്ടെ. പെന്തക്കോസ്ത് നാളിൽ എത്ര പേർ? 120 പേരാണ് ആ മാളിക മുറിയിൽ ഒരുമിച്ചിരുന്നത്. മാളിക മുറിയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. 120 പേരുള്ള സംഘം. 1:15 വാക്യം വായിക്കുമ്പോൾ കാണാം ആ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന്. 120 പേരുണ്ടായിരുന്നു ആ സംഘത്തിൽ. കൊടുങ്കാറ്റടിക്കുന്ന ശബ്ദത്തോടെയാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അത്യത്ഭുതകരമായ നിലയിൽ അഗ്നിജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ 120 പേരുടെ മേലും വന്ന് പതിച്ചു. അഗ്നിനാവുകൾ. നാവുകൾ സംസാരത്തെയാണ് കാണിക്കുന്നത്. അഗ്നി സുവിശേഷത്തിന്റെ ദഹിപ്പിക്കുന്ന ശക്തിയെയാണ് കാണിക്കുന്നത്. നാവുകൾ സംസാരത്തെയും, അഗ്നി സുവിശേഷത്തിന്റെ ദഹനാത്മകമായ അല്ലെങ്കിൽ ദഹിപ്പിക്കുന്ന ആ തീവ്രമായ ശക്തിയെയാണ് അഗ്നി കാണിക്കുന്നത്. ഇവിടെ അന്ന് സംഭവിച്ചത് എന്താണ്? പെന്തിക്കോസ്തിയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട സംഭവം എന്താണ്? അന്ന് സഭയുടെ ഉദ്ഘാടനമാണ് നടന്നത്. ഒരു പുതിയ യുഗത്തിന്റെ ആരംഭമാണ് നടന്നത്. കൃപായുഗത്തിന്റെ, അതല്ലെങ്കിൽ സഭായുഗത്തിന്റെ ആരംഭമാണ് നമ്മൾ പെന്തിക്കോസ്തിയിൽ കാണുന്നത്. സഭായുഗത്തിന്റെ അല്ലെങ്കിൽ കൃപായുഗത്തിന്റെ ആരംഭം എന്നാണെന്ന് ചോദിച്ചാൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ നമുക്ക് പറയാം, പെന്തിക്കോസ്തിയിലാണ് സഭായുഗത്തിന്റെ ആരംഭം. ഇത് കർത്താവ് പറഞ്ഞ ഒരു പ്രവചന വാക്യത്തിന്റെ നിറവേറലായിരുന്നു. എന്താണ് കർത്താവ് പറഞ്ഞ പ്രവചന വാക്യം? മത്തായിയുടെ സുവിശേഷം 16:18 കാണാം. ഞാൻ എൻ്റെ സഭയെ പണിയും. പണിതെന്നല്ല, നിലവിലുണ്ടെന്നല്ല, പണിയും. ഇവിടെ ചിലർ തെറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമസഭയുടെ പിന്തുടർച്ചയാണ് പുതിയ നിയമസഭ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പണിയുമെന്നല്ല പറയേണ്ടത്. ആ വാക്യത്തിനോ പ്രവചനത്തിനോ യാതൊരു പ്രസക്തിയുമില്ല. നിലവിലുള്ളതിന്റെ തുടർച്ചയാണെങ്കിൽ പിന്നെന്താ പണിയണേ? അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് ഒരു പ്രത്യക്ഷ നവീന
സ്ഥാപനമാണ്. ക്രിസ്തീയ സഭ ഒരു പ്രത്യക്ഷ നവീന സ്ഥാപനമാണ്. വലിയ വലിയ തിയോളജിസ്റ്റുകൾ ഒരുപക്ഷെ മറ്റ് പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടാകും. പക്ഷെ ഇതൊരു സാധാരണക്കാരന് പോലും മനസ്സിലാക്കാവുന്ന ഒരു സത്യമാണ്. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് കർത്താവ് പറഞ്ഞു. നിലവിൽ സഭയില്ല എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ പിന്നെ എന്നാണ് സഭ ആരംഭിച്ചത്? പെന്തിക്കോസ്തിയിലാണ്. പരിശുദ്ധാത്മാവ് ആ 120 പേരിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ ഒരു പുതിയ യുഗം ആരംഭിച്ചു. നമ്മൾ ആദ്യമേ ചിന്തിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തികൾ 1:5 നമ്മൾ പറഞ്ഞതുപോലെ പെന്തക്കോസ്ത് നാളിൽ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുവാൻ ഇടയായി. പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചു. പരിശുദ്ധാത്മ അഭിഷേകം ലഭിച്ചു. പരിശുദ്ധാത്മാവിൽ അവർ നിറഞ്ഞു. 120 പേരുടെ മേലും ദൈവാത്മാവ് ഒരു വലിയ പ്രകമ്പനത്തോടെ, ഇടിമുഴക്കത്തോടെ അവരുടെ മേൽ ഇറങ്ങി വന്നു. തുടർന്ന് അങ്ങോട്ട് ഇന്ന് വരെ, ഇപ്പൊ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ, പെന്തക്കോസ്തി മുതൽ ഇന്ന് വരെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന കാലയളവാണ്. അതിന് വേണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മ യുഗമെന്നും വേണമെങ്കിൽ പറയാം, തെറ്റില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന കാലയളവാണ് കൃപായുഗം. കൃപയുടെ കാലയളവാണ് കൃപായുഗം. കർത്താവ് ഭൂമിയിൽ വന്നത് ഒരു മതത്തെ സ്ഥാപിക്കാനല്ല. കർത്താവ് ഭൂമിയിൽ വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല. മതസ്ഥാപകനല്ല കർത്താവ്. മതമെന്ന് നമ്മൾക്ക് ഉപയോഗിക്കാനേ അർഹതയില്ല. നമ്മൾ മതസ്ഥരല്ല. കർത്താവ് മതത്തെ സ്ഥാപിച്ചിട്ടുമില്ല. കർത്താവ് സ്ഥാപിച്ചത് സഭയെയാണ്. എക്ലീസിയ, വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ് അതിന്റെ അർത്ഥം. എക്ലീസിയ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ്. ചുമ്മാ വരുന്നവരുടെ അല്ല. പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാ നിറവിൽ വചനത്തെ അനുസരിച്ച് പരിശുദ്ധാത്മാവിന് വിധേയമായി ജീവിക്കുന്നവരുടെ ഒരു കൂട്ടമാണ് സഭ. കർത്താവ് സ്ഥാപിച്ച സഭയുടെ അംഗങ്ങൾ ആര്? ഉത്തരം, കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെട്ട് വചനപ്രകാരം വിശുദ്ധിയോടെ ജീവിക്കുന്നവരുടെ ഒരു സംവിധാനമാണ് സഭ. അതിനകത്ത് വേറെ ഒന്നും, ഒരശുദ്ധനും അതിനകത്തില്ല. സമുദായങ്ങളും പ്രാദേശിക സഭകളും ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെ. പക്ഷെ അവരെല്ലാവരും ഈ ഏക വിശുദ്ധ സഭയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഏക വിശുദ്ധ സഭയായ ക്രിസ്തുവിന്റെ ശരീരമെന്ന സഭയിൽ ഈ പറഞ്ഞ കൂട്ടര് മാത്രമേ ഉള്ളൂ.
അത് നമ്മൾ ഹൃദയത്തിൽ എഴുതി ചേർത്ത് വെക്കണം. നമ്മൾ ഓർത്തഡോക്സുകാർ കാണും, യാക്കോബായക്കാർ കാണും, കത്തോലിക്ക സഭാ വിഭാഗങ്ങൾ കാണും, പെന്തക്കോസ്ത് വിഭാഗങ്ങൾ കാണും, ഇവാഞ്ചലിക്കൽ സഭാ വിഭാഗങ്ങൾ കാണും, CSI, CMS എന്ന് വേണ്ട ധാരാളം സഭാ വിഭാഗങ്ങൾ ലോകത്തുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു സഭയുടെ മെമ്പറാണ് എന്നുള്ളത് കൊണ്ട് കർത്താവിന്റെ ശരീരം എന്ന സഭയുടെ അംഗമായിരിക്കണമെന്ന് നിർബന്ധമില്ല. അതേസമയം സഭയുടെ അംഗമായിരിക്കുന്നവർ ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയുടെ അംഗമായിരിക്കും. നമുക്ക് ഭൂമിയിൽ അത് നമ്മുടെ ഒരു കൂട്ടായ്മയാണ് പ്രാദേശിക സഭകൾ. അപ്പോസ്തലന്മാരുടെ കാലത്ത് കൊരിന്തിലെ സഭ എന്നറിയപ്പെട്ടു, ഫിലിപ്പിയിലെ സഭ എന്നറിയപ്പെട്ടു, സ്ഥലത്തിന്റെ പേരിൽ അറിയപ്പെട്ടു, പിന്നീട് അത് വിശുദ്ധന്മാരുടെ പേരിൽ അറിയപ്പെട്ടു, പിന്നീട് അത് വേദപുസ്തകത്തിലെ നല്ല പേരുകളിൽ പലരും അതിനെ വിളിച്ചു. പിന്നെ ഓരോരോ സഭാ സമിതികൾ അവരുടെ സഭയ്ക്ക് ഓരോരോ പേരുകൾ ചാർത്തി ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട്. ഇപ്പോ വന്ന് അവരവരുടെ പേരിൽ അവരവരുടെ സഭകളാണ്. പക്ഷെ ക്രിസ്തുവിന്റെ ശരീരം എന്ന സഭ ഒന്നേ ഉള്ളൂ. ഈ ഏത് പേരിൽ അറിയപ്പെടുന്ന സമൂഹത്തിൽ നിന്നും, ഏത് പേരിലും അറിയപ്പെടുന്ന സമൂഹത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടവരും ദൈവകൃപയുള്ളവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരും വിശുദ്ധരും കർത്താവിനെ സ്നേഹിക്കുന്നവരും വിശുദ്ധിയിൽ നിൽക്കുന്നവരുമായ ഒരു പക്ഷം കർത്താവിന്റെ ശരീരം എന്ന സഭയുടെ അവയവങ്ങളാണ്. ആ തിരിച്ചറിവും ആ ഉൾക്കാഴ്ചയും നമുക്ക് ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ അങ്ങനെ കർത്താവിന്റെ ശരീരം എന്ന സഭയുടെ അവയവങ്ങളായി നമ്മൾ മുൻപോട്ട് പോകുന്നു. അങ്ങനെ ഈ യുഗത്തെ വിളിക്കാവുന്ന പേരാണ് പരിശുദ്ധാത്മ യുഗം എന്ന്. 2:2-3 വാക്യം. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. പരിശുദ്ധാത്മ സ്നാനം. ഓരോരുത്തന്റെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഇതാണ് പരിശുദ്ധാത്മ സ്നാനം. യോഹന്നാൻ സ്നാപകനാണ് പരിശുദ്ധാത്മ സ്നാനത്തെ പറ്റി ആദ്യം പറയുന്നത്. യോഹന്നാൻ സ്നാപകനാണ് പരിശുദ്ധാത്മാവിനെ പറ്റി ആദ്യം പറയുന്നത്. മത്തായി 3:11, മർക്കോസ് 1:18, ലൂക്കോസ് 3:16, യോഹന്നാൻ 1:33, അപ്പോസ്തല പ്രവൃത്തികൾ 1:15. അവർ പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റപ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ, അവർ പഠിച്ചിട്ടില്ലാത്ത അന്യഭാഷകളിൽ സംസാരിക്കുവാനുള്ള കൃപാവരം ദൈവം അവർക്ക് നൽകി. അന്യഭാഷ. പരിശുദ്ധാത്മ നിറവിന്റെ പ്രത്യക്ഷമായ അടയാളം അന്യഭാഷയല്ല, അതൊരു വരമാണ്. അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമുള്ളത് ആത്മനിറവിന്റെ അനന്തരമായി ലഭിക്കുന്ന സ്വഭാവമാറ്റമാണ്. അത് നിർബന്ധമാണ്. എന്നാൽ ആധുനിക കാലത്ത് പഠിപ്പിക്കൽ നേരെ തിരിഞ്ഞു.
സ്വഭാവമാറ്റം വന്നില്ലെങ്കിലും അന്യഭാഷ മതി എന്നാണ്. അത് തെറ്റാണ്. ഇവിടെ നമുക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മിഷൻ ഫീൽഡ് ഉണ്ടായിരുന്നു. ഞാൻ അന്യഭാഷയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വരും എനിക്ക്. അവിടെ മിഷണറി ആയിട്ട് ഒരുത്തനുണ്ടായിരുന്നു. അവൻ ഞായറാഴ്ച ആരാധനയ്ക്കായി കയറിയാൽ പിന്നെ അവന് അന്യഭാഷയേ ഉള്ളൂ. അന്യഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷയാണ്. നമുക്കൊന്നും ഒരു പിടിയില്ല. പുള്ളി എല്ലാം അന്യഭാഷയിലാണ്. ഞാനതിനെ ശരിയാണെന്നോ തെറ്റാണെന്നൊന്നും പറഞ്ഞ് വിധിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ അവന്റെ സകല പ്രവൃത്തികളും ദുരാത്മാവിൻ്റെതായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റുവരില്ല. ഇരുതലമൂരിയുടെ കച്ചവടം, പാമ്പ് കച്ചവടം, ശംഖ് കച്ചവടം, നമുക്കവൻ കണ്ടമാനം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചു, എടാ നീ ഈ അന്യഭാഷയെല്ലാം പറഞ്ഞിച്ച് ഇതുപോലെ കള്ളത്തരം കാണിക്കണ എങ്ങനെയാണ്? ഈ കള്ളത്തരം എല്ലാം ചെയ്തേച്ച് വന്നേച്ച് ഈ പുൽപ്പിറ്റി കയറുമ്പോ ഇതവിടുന്ന വന്നേ. ഞാൻ വിമർശിക്കണില്ല, പക്ഷെ അതല്ല ദൈവമക്കളെ നമുക്ക് പ്രധാനം. അതിനു വേണ്ടിയിട്ട് ആരും തലകുത്തി നിൽക്കണ്ട. എന്റെ സ്വഭാവത്തിനൊരു മാറ്റം, സ്നേഹത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ, മറ്റുള്ളവരോട് ദയയുള്ളവരായി ജീവിക്കാൻ, ആരോടും വഴക്കില്ലാതെ ജീവിക്കാൻ, ഹൃദയത്തിൽ വെറുപ്പ് സൂക്ഷിക്കാതെ ജീവിക്കാൻ, വാത്സല്യമുള്ളവരായിട്ട് ജീവിപ്പാൻ, ജിതേന്ദ്രിയത്വമുള്ളവരായിട്ട് ജീവിപ്പാൻ, സൗമ്യതയുള്ളവരായിട്ട് ജീവിപ്പാൻ, ഇതൊക്കെ സാധിച്ചാൽ ഇതാണ് ദൈവാത്മാവിന്റെ പ്രത്യക്ഷമായ ലക്ഷണം. ഞാൻ ഒരു സെന്റൻസ് പറയാ, നമ്മൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രദർശനശാലകളാകണം. എക്സിബിഷൻ സെന്റർ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രദർശന കേന്ദ്രങ്ങളായി നമ്മൾ മാറണം. അതാണ് ആവശ്യം. എക്സിബിഷൻ സെന്റർ നമ്മൾ സന്ദർശിച്ചിട്ടുണ്ടാവും. അത് സന്ദർശകർക്കുള്ളതാണ്. സന്ദർശകർ വന്ന് കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് മനസ്സിലാക്കി പോവുകയാണ്. സ്കൂളിലൊക്കെ സയൻസ് എക്സിബിഷൻ ഉണ്ട്, മ്യൂസിയം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എക്സിബിഷൻ കേന്ദ്രങ്ങളാണ്. ഒരറ്റത്ത് കയറിയാൽ മറ്റേ അറ്റത്ത് ഇറങ്ങിപ്പോരും. അതെല്ലാം എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ്, ഓരോ ഐറ്റംസ്. എന്നതുപോലെ ഞാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളുടെയും ഫലങ്ങളുടെയും പ്രവൃത്തികളുടെയും ഒരു മറ്റുള്ളവർക്ക് കണ്ട് അനുഭവിക്കാൻ തക്കവണ്ണമുള്ള പ്രദർശന വസ്തുക്കളെ, പ്രദർശന കേന്ദ്രങ്ങളായി മാറേണ്ടതാണ്. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അന്ന് പെന്തക്കോസ്ത് നാളിൽ ഏകദേശം 15 ഭാഷകൾ സംസാരിക്കുന്ന വിവിധ ദേശക്കാരായ ആളുകൾ അന്ന് അവിടെ കൂടി വന്നിരുന്നു. ഒന്നല്ല, 15 ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ. അവർക്കെല്ലാവർക്കും ഗലീലക്കാരുടെ ഭാഷയിൽ പത്രോസ് പ്രസംഗിച്ചത് ഈ 15 ഭാഷയിൽ സംസാരിക്കുന്നവർക്കും അവരവരുടെ ഭാഷയിൽ മനസ്സിലായി എന്നതാണ് ഏറ്റവും വലിയ ഭാഷാവരം. അവർ പറഞ്ഞത് മറ്റുള്ളവരുടെ ഭാഷയിലേക്ക് പരിശുദ്ധാത്മാവ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നു. പറഞ്ഞത് ഗലീലാക്കാരുടെ ഭാഷയിലാണെങ്കിലും കേട്ടത് അവരവരുടെ ഭാഷയിലാണ്. ഇതാണ് പെന്തക്കോസ്തിയിൽ സംഭവിച്ച അന്യഭാഷ വരം.
നമ്മൾ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 5 മുതൽ 17 വരെയുള്ള വാക്യങ്ങളില് ശമര്യർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. 8-ന്റെ 5 മുതൽ 17 വരെ. അവിടെ ഫിലിപ്പോസ് ശമര്യരുടെ ഇടയിൽ കർത്താവിന്റെ വേല ചെയ്ത, കർത്താവിനാൽ അയക്കപ്പെട്ട വ്യക്തിയാണ്. പൗലോസ് ജാതികളുടെ ഇടയിൽ, പത്രോസ് യഹൂദന്മാരുടെ ഇടയിൽ. പ്രധാനമായും അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാം, പൗലോസിന്റെയും ഫിലിപ്പോസിന്റെയും പത്രോസിന്റെയും മിനിസ്ട്രിയാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. പത്രോസ് യഹൂദന്മാരുടെ ഇടയിലും ഫിലിപ്പോസ് ശമര്യരുടെ ഇടയിലും പൗലോസ് ജാതികളുടെ ഇടയിലും പ്രേക്ഷിത വേല നിർവഹിച്ചു. ശമര്യയിലെ ധാരാളം ആളുകൾ കർത്താവിൽ വിശ്വസിച്ചപ്പോൾ യെരുശലേമിലെ അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും ശമര്യയിലേക്ക് അയക്കുകയാണ്. ശമര്യർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. എന്നാൽ അവർ വിശ്വസിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചില്ലല്ലോ എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നാം. ക്രിസ്തീയ സഭയുടെ ആരംഭകാലത്ത് വ്യത്യസ്ത സ്ഥലങ്ങളിൽ, വ്യത്യസ്ത നിലകളിൽ ആണ് പരിശുദ്ധാത്മാവിനെ വ്യത്യസ്ത കൂട്ടങ്ങളിലും വ്യക്തികളിലും പകർന്നു വന്നിരുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 44 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ, 10-ന്റെ 44 മുതൽ 48 വരെ വാക്യങ്ങൾ, അവർ വിശ്വസിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ലഭിക്കാത്തതിന്റെ കാരണം ശമര്യരും യഹൂദന്മാരും തമ്മിൽ തൊട്ടുകൂടായ്മയും അകലവും ഇടർച്ചയും ശത്രുതയും ഒക്കെ അവരുടെ നിലനിന്നിരുന്നു. അതുകൊണ്ട് യെരുശലേമിൽ നിന്നും ശിഷ്യന്മാർ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ ഒരു ആത്മാവിന്റെ ഐക്യത കൈവന്നപ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് ശക്തിയായി, അവർക്ക് ബലമായി അവരിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ അവരും പരിശുദ്ധാത്മാവിനെ കൈക്കൊണ്ടു. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വ്യക്തിപരമായി അനുഭവിച്ചും പ്രാർത്ഥിച്ചും പ്രാപിച്ചും, വ്യക്തിപരമായി അനുഭവിച്ചും പ്രാപിച്ചും നമ്മൾ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകണം. അത് അനിവാര്യമാണ്. ബാബിലോണിൽ വെച്ചൊരു സംഭവം ഉണ്ടായി, നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തില് നമ്മൾ അതിനെക്കുറിച്ചാണ് പഠിക്കുന്നത്. ബാബേലിൽ ഭാഷയുടെ വൈവിധ്യത മൂലമുണ്ടായിരുന്ന ആ തടസ്സം യേശു കർത്താവിനാൽ പെന്തക്കോസ്ത് നാളിൽ ദൂരീകരിക്കപ്പെട്ടു. ലോകത്ത് മുഴുവനും ഒരു ഭാഷയേ ഉണ്ടായിരുന്നുള്ളൂ. നോഹയുടെ കാലം വരെ, ജലപ്രളയം വരെ ഒരു ഭാഷയെ ലോകത്തുണ്ടായിരുന്നുള്ളൂ. ഒറ്റ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുമായിരുന്നു. എന്നാൽ ദൈവത്തോട് മത്സരിക്കുന്ന ജനം വന്നപ്പോൾ, സംഘം ചേർന്ന് ദൈവത്തോട് മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ
സ്വർഗം അവരുടെ ഭാഷയെ കലക്കിക്കളഞ്ഞു. ഭാഷ പിരിഞ്ഞുപോയി. പാല് പിരിഞ്ഞു പോകുന്ന പോലെ പിരിഞ്ഞുപോയി. ഇപ്പൊ ലോകത്ത് മനുഷ്യന് മാത്രമേ ഭാഷ പിരിഞ്ഞു പോയിട്ടുള്ളൂ. പട്ടി, കാനഡയിലെ പട്ടിയും ഇന്ത്യയിലെ പട്ടിയും ആഫ്രിക്കയിലെ പട്ടിക്കും ഭാഷ ഒന്നാ. കുറച്ച എല്ലാ പട്ടിക്കും മനസ്സിലാവും. കാക്ക, ഒരു കാക്ക കരഞ്ഞാൽ മതി, എല്ലാ കാക്കയ്ക്കും മനസ്സിലാവും എന്താ സംഭവം. കുരങ്ങ്, ഒരു കുരങ്ങ് ഒച്ച വെച്ചാൽ മതി, എല്ലാ കുരങ്ങിനും മനസ്സിലാവും. ഏത് നാട്ടിലുള്ള കുരങ്ങിനും മനസ്സിലാവും. ആന, നിങ്ങൾ നോക്കിയോ, സകല ജീവികൾക്കും അവരവരുടെ ഭാഷയിൽ അവരവരുടെ കാര്യങ്ങൾ മനസ്സിലാവും. എന്നാൽ ഈ ഡിവൈസിൽ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും തമ്മിലുള്ള ഏക പ്രശ്നം ഭാഷ മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഇനി മലയാളം മനസ്സിലാവെങ്കിൽ പോലും പറയണ ഭാഷ പോലും മനസ്സിലാവില്ല. അമ്മായിയമ്മ മരുമകളോട് പറയണ ഭാഷ എന്നാന്ന് മരുമകൾ പറയണ ഭാഷയിലല്ല മരുമക്ക് മനസ്സിലാവണേ. മരുമോൾ പറയണ ഭാഷയിലല്ല അമ്മായിയമ്മയ്ക്ക് മനസ്സിലാവണേ. ഇത് എന്തിന്റെ കുഴപ്പമാ? നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ബോസ് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ ആ പറയണ രീതിയിലല്ല നമുക്കത് മനസ്സിലാവണേ. എല്ലാം തല തിരിഞ്ഞാ മനസ്സിലാവണേ. എന്തൊരു സൃഷ്ടിയാപ്പ നമ്മൾ. മലയാളം പറഞ്ഞാൽ പോലും മനസ്സിലാവില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഉവ്വ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്, നമ്മുടെ ചുറ്റുപാടിലുണ്ട്, നമ്മുടെ പള്ളിയിലുണ്ട്. പറയുമ്പോലെ അല്ല പലർക്കും മനസ്സിലാവണേ. ഇപ്പൊ പറഞ്ഞ ഈ സാധാരണ മലയാള വാക്കുകൾ നമ്മളൊക്കെ ഡെയിലി പറഞ്ഞു പോകുന്ന കാര്യമാണ്. വീട്ടിൽ നിത്യേന ഉപയോഗിച്ചു പോകുന്ന വാചകങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. ഭാര്യ പറഞ്ഞ എന്ത് കുന്താന്ന് ഭർത്താവിന് മനസ്സിലാവും. പറഞ്ഞതെല്ലാം മലയാളത്തിലാ, പക്ഷെ അത് പറയുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും, പക്ഷെ മനസ്സിലാവില്ല. അങ്ങനെ ഒരു വല്ലാത്ത ജീവികളാണ് ആരാ? നമ്മൾ. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഭാഷകളുടെ ഐക്യം ഉണ്ടാകും. പറയുന്നതിന് പറയുന്ന തലത്തിൽ ഗ്രഹിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. സഹനത്തോടെ കേൾക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് തരും. അതിൻ്റെ ഇടയിൽ ഭിന്നതയില്ല. എവിടെയാണോ ഭാഷകൾ കലങ്ങുന്നത് അവിടെ ഭിന്നതയുണ്ട്. എവിടെയാണോ പറയുന്ന പോലെ മനസ്സിലാകാതെ പോകുന്നത് അവിടെ ഭിന്നതയുണ്ട്. പരിശുദ്ധാത്മാവ് ഐക്യതയുടെ ആത്മാവാണ്. എന്നാൽ ദുരാത്മാവ് കലക്കത്തിന്റെ ആത്മാവാണ്. നമ്മൾ വളരെ സൗമ്യമായ ഒരു കാര്യം പറയും, ചിലർക്ക് അതിന്റെ നെഗറ്റീവേ മനസ്സിലാവുള്ളൂ. പറയുന്ന ഭാഷയിൽ മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരണം. ചിലർ പറഞ്ഞാൽ ഒരു പറയുന്ന സെന്റൻസിന് 3 അർത്ഥവും 4 അർത്ഥമൊക്കെ കാണും. നമുക്കത് മനസ്സിലാക്കാൻ വലിയ പാടാണ്. അത്രമാത്രം പവർഫുൾ ആണ് ചില കാര്യങ്ങൾ. എന്താ ഇതിന്റെ പ്രശ്നം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ആ കാര്യസ്ഥൻ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കാതെ പോകുന്നത് കൊണ്ടാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം, നിറവ്, അനുഭവങ്ങൾ വ്യക്തിപരമായി അനുഭവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, പരിശുദ്ധാത്മാവേ, ദൈവാരൂപിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരുടെ മേലും വന്നു നിറഞ്ഞ് അനുഭവിച്ച് അനുഗ്രഹിച്ച് ആസ്വദിച്ച് ഞങ്ങൾക്ക് ജീവിപ്പാൻ, അങ്ങയുടെ വരങ്ങളും അങ്ങയുടെ ദാനങ്ങളും അനുഭവിച്ച് ജീവിപ്പാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രവൃത്തിയെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ വാസ്തവമായി ദൈവകൃപ ഞങ്ങളിൽ ചൊരിഞ്ഞാട്ടെ. ഞങ്ങളെ നയിക്കണമേ ദൈവാത്മാവേ. ഞങ്ങളെ ഉപദേശിച്ച് നടത്തണമേ ദൈവാത്മാവേ. ഞങ്ങൾ അതിനായി തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു.
അവിടുന്ന് ഞങ്ങളെല്ലാവരോടും കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നിന്റെ കൃപ കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.